ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ദുബായിലേക്ക് ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് വരാണ്, ജോബൊക്കെ സെർച്ച് ചെയ്ത് വരാണെങ്കിൽ നിങ്ങളെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. നാട്ടിൽ നിന്ന് നിങ്ങൾ വരാനായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയം തൊട്ടിട്ടുള്ള എക്സ്പെൻസസ് ആണ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇതെല്ലാം ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നിങ്ങൾ റൂമിൽ അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ള വേർഷനാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ തന്നെ ഒരു പാക്കേജ് ആയിരിക്കും, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു എക്സ്പെൻസ് ആയിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോണത് ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെൻസസ് ആണ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇത് എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. ഒരു പോയിന്റ് പോലും വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നിങ്ങൾ ദുബായിൽ ജോബ് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുള്ള ലിസ്റ്റിലുള്ള എല്ലാ പോർട്ടലും നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കണം. ഫസ്റ്റ് വൺ ലിങ്ക്ഡിൻ ആണ്, സെക്കൻഡ് വൺ ഇൻഡീഡ് ആണ്, പിന്നെ നൗക്കരി ഗൾഫ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ വരുന്നത് ബെയ്യൂട്ട് ജോബ്സ്, അതേപോലെ ഡുബിസൽ ജോബ്സ്. ഇതിലെല്ലാം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം. ഈ എല്ലാ പ്ലാറ്റ്ഫോംസിലും നിങ്ങൾ ആക്റ്റീവ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ നാട്ടിൽ തന്നെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ അറ്റസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നിങ്ങൾ നാട്ടിൽ തന്നെ അറ്റസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല പ്രൈസിൽ ഡിഫറൻസ് ഉണ്ട്. അതായത് നിങ്ങൾ ദുബായിൽ വന്നിട്ടാണ് അറ്റസ്റ്റേഷന് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. നാട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 15,000 INR തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതായത് UAE അറ്റസ്റ്റേഷൻ ചെയ്ത് വരാനായിട്ട് ഏകദേശം 15 ദിവസം മിനിമം എടുക്കും. സോ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതായത് നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പം വിസ എടുക്കുമ്പോഴൊക്കെ ഈ അറ്റസ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള കോപ്പി നിങ്ങളെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങളെ ടിക്കറ്റും വിസയും കാര്യങ്ങളൊക്കെ എടുക്കുക കേട്ടോ. കാരണം ചില സമയത്ത് ഈ 15 ദിവസം 20 ആവാനുള്ള ചാൻസസും ഉണ്ട്. അത് നിങ്ങൾ കൊടുക്കുന്ന ട്രാവൽ ഏജൻസിക്ക് അനുസരിച്ചിരിക്കും ഇത് എത്ര വേഗം കിട്ടുന്നു എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ചില സ്ഥലത്ത് കുറച്ചും കൂടി വില കുറഞ്ഞ, അതായത് 12,000 ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ 2-3 ട്രാവൽ ഏജൻസിയിലൊക്കെ അന്വേഷിക്കുക, എവിടെയാണ് വില നിങ്ങൾക്ക് അഫോർഡബിൾ ആയി കിട്ടുന്നത് അവിടെ നിങ്ങൾ കൊടുക്കുക കേട്ടോ. UAE അറ്റസ്റ്റേഷൻ ആണ് ചെയ്യേണ്ടത്. തേർഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളെ വിസ, അതേപോലെ ടിക്കറ്റ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അധിക പേരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കും. കാരണം ടിക്കറ്റിൻ്റെ പ്രൈസ് കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ ടിക്കറ്റ് എടുക്കും, അതിനുശേഷം വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ. ഇപ്പം കുറേ വിസ റിജക്ഷൻസ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കും ഈ വിസ റിജക്ഷൻ വരുന്നത്. നമുക്ക് അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാരത് അപ്രൂവ് ആവും, ചില ആൾക്കാരത് അങ്ങനെ റിജക്റ്റ് ആയി പോകും. ഈ വിസ റിജക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ ഈ ടിക്കറ്റിന്റെ പൈസ വെറുതെ നഷ്ടം. അതായത് നമുക്ക് റീഇംബേഴ്സ്മെന്റ് ഒന്നും കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് വിസ കിട്ടിയതിന് ശേഷം മാത്രം ടിക്കറ്റ് എടുക്കാം. പിന്നെ നിങ്ങൾക്ക് വിസ എടുത്ത് കഴിഞ്ഞിട്ട് ഒരു 60 ഡേയ്സിനുള്ളിൽ UAE എൻ്റർ ചെയ്താൽ മതി കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ജനുവരി 1 വിസ ഇഷ്യൂ ചെയ്തതെന്നുണ്ടെങ്കിൽ മാർച്ച് 1 ഉള്ളിൽ നിങ്ങൾ എൻ്റർ ചെയ്താൽ മതി. അപ്പൊ അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ടിക്കറ്റ് റേറ്റ്സ് ഒക്കെ കുറവുള്ള ദിവസങ്ങൾ നോക്കിയിട്ട് എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കോസ്റ്റ് ആവും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ വിസ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എത്ര കോസ്റ്റ് ആവും എന്നുള്ളതാണ്. അപ്പോൾ വിസ ആക്ച്വലി 1 മാസത്തുണ്ട്, 2 മാസത്തുണ്ട്, 3 മാസത്തുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജോബ് സെർച്ച് ചെയ്യാൻ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 3 മാസത്തെ വിസ എടുക്കുന്നതായിരിക്കും ഏറ്റവും സേഫ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഈ 2 മാസത്തെ ടൈം എന്ന് പറയുന്നത് നമുക്ക് ജോബ്സ് ഒക്കെ ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ടൈമാണ്. അതായത് നിങ്ങൾ ഒരുപാട് ഇൻ്റർവ്യൂസിന് പോകും, ചിലത് നിങ്ങൾക്ക് കിട്ടും, ചിലത് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ജോബിനെയൊക്കെ ഒന്ന് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ടൈമാണ് ഈ 2 months എന്ന് പറയുന്നത്. 3rd മന്തിലായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഏത് ജോബിന് കയറണം എന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് ഈ 2 monthsലും ചില ജോബ്സ് ഒന്നും ശരിയാവാത്ത ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഈ 3rd മന്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ജോബ്, അതായത് കിട്ടുന്ന ഒരു ജോബിന് കയറാനുള്ള ഒരു ചാൻസും കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 മാസം എന്ന് പറയുന്നത് നമുക്കൊരു ലേണിംഗ് പീരീഡ് പോലെയാണ്. അതായത് ദുബായ് എങ്ങനെയാണ്, ദുബായിൽ എന്തൊക്കെ ജോബ്സിനാണ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ. അപ്പോൾ ഈ 2 മാസം നിങ്ങൾ ദുബായ് മാർക്കറ്റിലൊന്ന് കറങ്ങുമ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഒരു ജോബ് ടൈപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ജോബ് കിട്ടും എന്നുള്ളത് ഏകദേശം നിങ്ങൾക്കൊന്ന് മൈൻഡിൽ സെറ്റ് ആവും. അപ്പോൾ ആ ഒരു 2 മാസം നിങ്ങൾ ആ ഒരു സ്റ്റഡി പീരീഡിനായിട്ടായിരിക്കും കൂടുതൽ ഇവിടെ ആൾക്കാർ യൂസ് ചെയ്യുന്നത്.
തേർഡ് മന്ത് ആയിരിക്കും അധികം ആൾക്കാരും ജോബിന് കയറുന്നത്. അപ്പം 3 months വിസ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇനഫ് ടൈം ഉണ്ടാവും. അത് മാത്രമല്ല നമ്മളൊരു ഹറി ബറിയിലായിരിക്കില്ല കേട്ടോ. ഈ 1 month 2 month ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര വെപ്രാളായിരിക്കും. വന്നപ്പോൾ തന്നെ ഭയങ്കര വെപ്രാളായിരിക്കും. ആകെ എത്ര ദിവസമേ ഉള്ളൂ നമുക്കൊരു ജോബ് കിട്ടണം എന്നുള്ളൊരു വെപ്രാളം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും കേട്ടോ. അതായത് നമുക്കൊരു പ്രോപ്പർ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യില്ല. അതാണ് മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 3 മാസത്തെ വിസ എടുത്തിട്ട് വേണം ദുബായിലേക്ക് ജോബ് സെർച്ച് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിസ കോസ്റ്റ് ആണ്. നിങ്ങൾ നാട്ടിൽ നിന്ന് വിസ എടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതായത് ഇപ്പോൾ നിങ്ങൾ 3 മാസത്തെ വിസയാണ് നാട്ടിൽ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15,000 INR, അതായത് 15,000 INR ആണ് വരുന്നത്. 2 മാസത്തെയാണ് എടുക്കുന്നത് വെച്ചാൽ 11,000 to 12,000 ആണ് അമൗണ്ട് വരുന്നത്. ആൻഡ് ഒരു മാസത്തേക്കാണെങ്കിൽ 6,000 to 7,000 ആണ് അമൗണ്ട് വരുന്നത്. ഇത് ഓരോ ട്രാവൽ ഏജൻസിക്ക് അനുസരിച്ച് ചിലപ്പോൾ വേരിയേഷൻസ് വന്നേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക എവിടെയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് വിസ കിട്ടുക. ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും എന്തായാലും. എന്നാലും നമുക്കൊരു 500 rupees കുറഞ്ഞ് കിട്ടിയാൽ വരെ അത് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം വിസ പ്രോസസ്സ് ചെയ്യുക കേട്ടോ. അതായത് 3 months വിസ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് 1 month എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അല്ല നിങ്ങൾക്ക് 2-3 months ആണെങ്കിൽ നിങ്ങൾ എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും തിരിച്ച് UAE വരണം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും എളുപ്പമുള്ള എക്സിറ്റ് ചിലപ്പോൾ ഒമാൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജോലി കിട്ടിയില്ല, 3 മാസത്തിൽ നിങ്ങൾക്ക് ജോലിയൊന്നും ആയില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് എക്സ്റ്റെൻഡ് ചെയ്യാം 1 month. അത് UAE ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു 3 months കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ 2 months കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സിറ്റ് ആയിട്ട് വീണ്ടും വരണം. അതായത് നിങ്ങൾ എക്സിറ്റ് ആവാന്ന് വെച്ചാൽ നമ്മൾ ഈ കൺട്രി വിട്ടു പോയിട്ട് നമ്മൾ വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് വരാം. അതാണ് എക്സിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വേണമെങ്കിൽ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാം, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, നമ്മൾ ടിക്കറ്റ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒമാനിൽ പോയിട്ട് തിരിച്ചു വരാം. അതായത് ഈ കൺട്രി എക്സിറ്റ് ചെയ്തിട്ട് വേറൊരു കൺട്രി പോയി എന്നിട്ട് അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരണം. ആ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതാണ് ഇവിടെയുള്ള അധികം ആൾക്കാരും ചെയ്യുന്ന ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ട്രാവൽ ഏജൻസി നിങ്ങൾക്ക് അതൊക്കെ റെഡിയാക്കി തരാം. അതായത് ഇവിടുന്ന് ഒമാൻ വരെ ബസ് പോയിട്ട് അവിടുന്ന് എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യുന്ന പോലത്തെ സൗകര്യങ്ങളൊക്കെ നിങ്ങളെ ട്രാവൽ ഏജൻസി നിങ്ങൾക്ക് റെഡിയാക്കി തരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെ ടിക്കറ്റ്സ് ആണ്. ടിക്കറ്റ്സ് നമുക്കറിയാം, നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ കിട്ടും. അതിനൊക്കെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സ്കൈ സ്കാനർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അതിൽ നല്ല ചീപ്പസ്റ്റ് ആയിട്ടുള്ള ടിക്കറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ടിക്കറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും ടിക്കറ്റിൻ്റെ ഒരു ഏകദേശം എക്സ്പെൻസ് നിങ്ങൾ എന്തായാലും ഒരു 1,000 dirhams എന്തായാലും കൂട്ടണം കേട്ടോ. അതായത് വിസിറ്റിംഗ് വിസയ്ക്കാണ് നിങ്ങൾ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന ടിക്കറ്റും തിരിച്ചു പോകുന്ന ടിക്കറ്റും കാണിക്കണം. അപ്പോൾ നമ്മൾ സാധാരണ എടുക്കാറ് ഇങ്ങോട്ടേക്ക് നോർമൽ ടിക്കറ്റും തിരിച്ചു പോകുന്നതായിട്ട് ഡമ്മി ടിക്കറ്റ്സ് ആണ് കാണിക്കാറുള്ളത്. ഫസ്റ്റ് ടൈം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രാവൽ ഏജൻസിക്ക് ഇത് ഏൽപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. സോ ദാറ്റ് നിങ്ങൾക്ക് അങ്ങനെ വലിയ തലവേദനകളൊന്നുമില്ല, അവരെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദുബായിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ 5,000 dirhams അല്ലെങ്കിൽ 1 lakh rupees കാണിക്കണം എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ദുബായിലേക്ക് ഒരു വിസിറ്റിന് വരാണെന്നുണ്ടെങ്കിൽ 1,00,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ പ്രൂഫായിട്ട് കാണിക്കണം. ഇത് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേട്ടോ. എല്ലാവരുടെ അടുത്തൊന്നും ഈ സംഭവം ചോദിക്കുന്നില്ല. പക്ഷെ ചില ആൾക്കാരുടെ അടുത്ത് എമിഗ്രേഷനിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്ര ബാലൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. ചില ആൾക്കാരുടെ അടുത്ത് പ്രൂഫ് കാണിക്കാനും പറയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എപ്പോഴും 1,00,000 രൂപ എടുത്ത് വെക്കാനായിട്ട് ട്രൈ ചെയ്യുക ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടത് ഹോട്ടൽ ബുക്കിംഗ്സ് ആണ് കേട്ടോ. അതും ഈ പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും ചോദിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. അപ്പം നിങ്ങളുടെ ആരെങ്കിലും കസിൻസ് ഒക്കെ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ അഡ്രസ്സ് കൊടുക്കാം, അവർ സ്റ്റേ ചെയ്യുന്ന അഡ്രസ്സ് കൊടുക്കാം. ചില സമയത്ത് അവരുടെ എമിറേറ്റ്സ് ഐഡിയും ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇതെല്ലാം ചാൻസസ് ആണ് കേട്ടോ. എല്ലാവരുടെ അടുത്തും ചോദിക്കണ്ടോ ചോദിച്ചാൽ ഇല്ല, പക്ഷെ ചില ആൾക്കാരുടെ ചോദിക്കുന്നുണ്ട്. സോ നമ്മളെ സേഫർ സൈഡിന് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മളെ കയ്യിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നിങ്ങളെ കസിൻസ് ഒക്കെ ഇവിടെ താമസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഇജാരി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതാകുമ്പോൾ ഒരു പ്രൂഫായി നിങ്ങൾ അവരുടെ കൂടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിന് ഒരു പ്രൂഫാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കണം എന്നുള്ളതാണ്. അതായത് ട്രാവൽ ഇൻഷുറൻസ് എന്ന് പറയും. അതിന് ഓൾമോസ്റ്റ് വരുന്ന 50 to 100 AED ആണ് കേട്ടോ. അപ്പോൾ ആ ട്രാവൽ ഇൻഷുറൻസും കൂടി നിങ്ങളൊന്ന് എടുത്ത് വെക്കണം. അത് ചെറിയ എമൗണ്ട് അല്ലേ ഉള്ളൂ. സോ നിങ്ങളത് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതാണ്. ചില സമയത്ത് അത് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ദുബായിൽ എത്തിക്കഴിഞ്ഞാലുള്ള കാര്യങ്ങളാണ്. ദുബായിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു അക്കോമഡേഷൻ ആണ്. അപ്പോൾ അക്കോമഡേഷന് നിങ്ങൾക്ക് ഏകദേശം വരാൻ പോകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 600 to 1,000 dirhams ആണ്. അതായത് നിങ്ങളൊരു ബെഡ് സ്പേസ് ആണ് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ ഒരു ചാർജ് എന്ന് പറയുന്നത്. അതായത് 600
ടു ഒരു 1000 dirhams വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏരിയയ്ക്ക് അനുസരിച്ചാണ്. ഞാൻ പറയുകയാണെങ്കിൽ പുതിയതായിട്ട് ദുബായിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു മെട്രോൻ്റെ അടുത്തുള്ള ഒരു ബെഡ് സ്പേസ് എടുക്കുന്നതായിരിക്കും. കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത്, പ്രത്യേകിച്ച് മലയാളീസ് പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കരാമ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം. അവിടെ ഒരുപാട് ബെഡ് സ്പേസസ് ഉണ്ട്, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ബെഡ് സ്പേസസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ അത് മാത്രമല്ല അവിടെ മെട്രോസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ട്രാവൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കരാമ എന്ന് പറയുന്നത്, ജോബ് സെർച്ച് ചെയ്യാൻ വരുന്ന ആൾക്കാർ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജോബ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ജോബ് കിട്ടിയ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ബെഡ് സ്പേസസ് ഒക്കെ സെർച്ച് ചെയ്തിട്ട് നോക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഇനീഷ്യലി വരുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു മെട്രോൻ്റെ അടുത്തുള്ളൊരു ബെഡ് സ്പേസ് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ അതിന് വരുന്ന റേറ്റ് ഓൾമോസ്റ്റ് ഒരു 600 to 1000 dirhamsന്റെ ഉള്ളിലാണ് 1 monthലേക്ക് കേട്ടോ. നെക്സ്റ്റ് ബേസിക് നീഡ് എന്ന് പറയുന്നത് നമ്മൾ ഫുഡാണ്. അപ്പോൾ ഫുഡ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഒരു മെസ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെസ്സിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു തലവേദനയില്ല. അതായത് രാവിലെ ഉച്ചയ്ക്ക് രാത്രിത്തെ ഫുഡ് നമ്മളെ റൂമിൻ്റെ മുന്നിൽ അവർ കൊണ്ടുവച്ചോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ തലവേദനകളൊന്നുമില്ല. നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിൻ്റെ എക്സ്പെൻസസ് വരില്ല. ഈ ഒരു മാസത്തേക്ക് നമ്മളൊരു പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് ഫുഡ് എത്തുന്നതായിരിക്കും. ഫുഡിൻ്റെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 600 dirhams to 700 dirhamsോളം വരും ഒരു മാസത്തെ നമ്മളുടെ 3 time മീലിന് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ഏൽപ്പിക്കുകയാണെങ്കിൽ ഭയങ്കര ലാഭമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കുറേ പുറത്തുനിന്നൊക്കെ കഴിച്ച് അങ്ങനെ കുറേ പൈസ നമ്മുടെ അടുത്ത് നിന്ന് നഷ്ടപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു മെസ്സിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. നെക്സ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ട്രാവൽ എക്സ്പെൻസ് ആണ്. ദുബായിൽ ഏറ്റവും സുഖം മെട്രോയിലും അതേപോലെ RTA ബസ്സിലും ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു നോവൽ കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് കിട്ടും. അത് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിൽ പോകും. അതായത് 350 AEDക്ക് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു മാസം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും നല്ലത് അതാണ്. കാരണം നമ്മളൊരു ജോബ് സെർച്ച് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും നമുക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ നമുക്കൊരു 4 സ്ഥലത്ത് വിസിറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 4 ഇൻ്റർവ്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടേക്കും ഇവിടേക്കൊക്കെ പോകാനുള്ള ഓരോ പ്രാവശ്യം മെട്രോയിൽ നമ്മൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ അത്രയും എമൗണ്ട് പോകും. അതിനെക്കാട്ടും നല്ലത് ഒരു 350 AEDക്ക് നിങ്ങൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ദുബായിലുള്ള ഏത് സ്ഥലത്ത് വേണമെങ്കിൽ മെട്രോ അതേപോലെ RTA ബസ്സിലും ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ അവിടെ ഇവിടേക്ക് റോം അറൗണ്ട് ചെയ്യുമ്പം ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് മെട്രോ കാർഡിൽ 350 അൺലിമിറ്റഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതാകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് സിം കാർഡിൻ്റെ ആവശ്യം, കാരണം മൊബൈൽ ഡാറ്റ നമുക്ക് എന്തായാലും യൂസ് ചെയ്യേണ്ടി വരും. ചില സ്ഥലത്ത് നമുക്ക് ലൊക്കേഷൻ ഇട്ടിട്ട് പോകേണ്ടി വരും. അതായത് ഇപ്പം ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചോദിക്കുന്നത് ലൊക്കേഷൻ ആയിരിക്കും. പ്രത്യേകിച്ചും ദുബായിൽ നമുക്ക് ലൊക്കേഷൻ ഇല്ലാണ്ട് എവിടെയും പോകാൻ വേണ്ടി പറ്റില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കുറേ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും ലൊക്കേഷൻ ഇടാണ്ട് പല സ്ഥലത്തും എത്താൻ വേണ്ടി പറ്റില്ല. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവിടെ ചിലപ്പോൾ ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും പുതിയ റോഡ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്നത് ലൊക്കേഷനാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ നമുക്ക് നോക്കണമെങ്കിൽ നമ്മളുടെ മൊബൈലിൽ നെറ്റ് വേണം. അപ്പോൾ നെറ്റിന് വേണ്ടി നമ്മളൊരു ബേസിക് ആയിട്ടുള്ള റീചാർജ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. 100 to 150 റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 2-3 GB ഡാറ്റയൊക്കെ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ലൊക്കേഷനൊക്കെ ഇട്ടിട്ട് ആവശ്യമുള്ള സ്ഥലത്തൊക്കെ പോകാം. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു സിം കാർഡ് എടുക്കണം എന്നുള്ളത്. ഇവിടെ ആക്ച്വലി 2 സിം കാർഡ്സ് ആണ് വരുന്നത്, ഒന്ന് എത്തിസലാത്ത്, ഒന്ന് ഡു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഏതിനാണോ ബെസ്റ്റ് പാക്കേജ് ഉള്ളത് അത് നോക്കി നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് മെയിൻ ആയിട്ട് നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് CV. അത്യാവശ്യം നിങ്ങൾ പ്രിന്റ് എടുത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കോപ്പിക്ക് 1.5 dirhams ഒക്കെ എന്തായാലും വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കും കുറച്ച് CVs പ്രിന്റ് എടുത്ത് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. ഒരു 50-60 CVs പ്രിന്റ് എടുത്ത് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. കാരണം അതാകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും നമ്മൾ CV വെക്കാനായിട്ട് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. ഇപ്പോൾ കൂടുതൽ സ്ഥലത്തും സോഫ്റ്റ് കോപ്പീസ് ഒക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ പോലും നമ്മൾ CV ആരെങ്കിലും നമ്മുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനായിട്ട് CV എപ്പോഴും നമ്മളെ കയ്യിൽ ഉണ്ടാവണം കേട്ടോ. അപ്പം ബേസിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എക്സ്പെൻസസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ ചിലപ്പം കൂടാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അതായത് ഇപ്പം നിങ്ങൾ ഒരു പാർട്ടീഷൻ റൂമാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി അല്ല, അത്യാവശ്യം നല്ലോണം തന്നെ കൂടും. 100 dirhams കൊടുക്കുന്ന ഒരു പെറ്റ് സ്പേസിൽ നിന്ന് നിങ്ങളൊരു പാർട്ടീഷൻ റൂമിലേക്ക് മാറുമ്പോഴത്തേക്കും 1500 വരെ കോസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ ചെറിയ വേരിയേഷൻസ് നിങ്ങളെ പ്ലാനിൽ വരുന്ന ചേഞ്ചസ് കൊണ്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ദുബായിലേക്ക് വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളെ എക്സ്പെൻസസ് എങ്ങനെ കൂട്ടണം എങ്ങനെ കുറയ്ക്കണം എന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ടാറ്റാ.